മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന കേരള ബിരിയാണി ക്വീൻ ഫെസ്റ്റ് 14 ജില്ലകൾ പൂർത്തിയാക്കി തലസ്ഥാനത്ത് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിജയത്തോടെ കുതിപ്പിത നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കാത്തിരിപ്പാണ്, ഗ്രാൻഡ് ഫിനാലിലേക്കുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ഹരീഷ് ഹരിദാസ് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ട്. ഹരീഷ്, അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു, എന്താ അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഇതെല്ലാവരും ചോദിക്കുന്നു ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടേക്ക് വരേണ്ടതെന്നാണ്. എല്ലാം തീർക്കരുത്, ഞങ്ങൾ വരാം, 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരാം. എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്, എവിടെയാണ്? കാത്തിരിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി? കാത്തിരുന്നാലും ബിരിയാണി വെച്ചാൽ മതി. ആര്യ അക്ഷയ എന്നെ PCR എന്ന് വിളിച്ചപ്പോൾ അസ്മ ഫോൺ എടുത്ത ഉടനെ ചോദിച്ചത് ഹലോ എന്നല്ല, അവിടെ ബിരിയാണി ആയോ, ഞാൻ എപ്പോഴാണ് വരണ്ടേ എന്നാണ് ചോദിച്ചേക്കുന്നത്. കാരണം എല്ലാവരും ഇതിനായിട്ട് കാത്തിരിക്കാൻ തോന്നുന്നു. കാരണം നിലവിൽ എനിക്കിപ്പം നമ്മുടെ ഓഫീസിൽ 100-300 സ്റ്റാഫ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇന്നും ഇന്നലെയായിട്ട് തിരിച്ചറിയാം. കാരണം എനിക്ക് ഇന്നലെ വന്ന കോളൊന്നും പരിധിയില്ല. കാരണം 3-ാം നില ടെക്നിക്കൽ ടീം മുതൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ വരെയുള്ള നമ്മളെ സെക്യൂരിറ്റി ചേട്ടന്മാരടക്കം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരെടുത്ത് എൻ്റെ നമ്പർ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഇന്നും ഇന്നലെയുമായിട്ടാണ്. കാരണം എല്ലാവർക്കും ഒറ്റ വിളിയുള്ളൂ, എടാ എവിടേക്കാണ് വരണ്ടേ, എപ്പോൾ വരണം എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ പേര്, നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ബിരിയാണി തികയോ എന്നുള്ള വലിയൊരു സംശയമുണ്ട്. ആര്യയും അക്ഷയും വരുമ്പോൾ അസ്മയും കൂട്ടണം. അസ്മ പാക്ക് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ പാക്ക് ചെയ്യാൻ പാത്രം ഞാൻ കാണുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി നിരവധി പേരുണ്ട്. അതായത് ഞാൻ വളരെ വലിയ സങ്കടത്തിലാണ്. കാരണം ഈ പരിപാടി തീർന്നു, അവസാനിച്ചു എന്നുള്ള വലിയ സങ്കടമുണ്ട്. നമ്മൾ മറ്റേ ഹരീഷ് കണാറിനും നിർമ്മലയും പറഞ്ഞ പോലെ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ എന്നുള്ള അവസ്ഥയാണ്. കാരണം ഇനി ഗ്രാൻഡ് ഫിനാലെ മാത്രമേ ഉള്ളൂ. ഗ്രാൻഡ് ഫിനാലെ ഫെബ്രുവരി 12-ാം തീയതി മമ്മൂക്കയാണ് മെഗാ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 1-ാം സമ്മാനം 5 ലക്ഷം രൂപ, 2-ാം സമ്മാനം 2 ലക്ഷം രൂപ, 3-ാം സമ്മാനം 1 ലക്ഷം രൂപ എന്നിങ്ങനെ 3 സമ്മാനങ്ങൾ. ഇപ്പം ഇവിടെ ജഡ്ജ്മെന്റും കാര്യം നടക്കുകയാണ്. പിറകിൽ ജഡ്ജ്മെന്റ് നടക്കുന്നു. ഇവിടെ തൊട്ടു മുന്നിൽ തന്നെ നിരവധി പേർ പങ്കെടുത്ത ഈ 30 പേരുടെ ഒരു പരിപാടി, അതായത് ഇവർക്ക് വേണ്ടിയുള്ള ഒരാളെ കിട്ടി. രാജുവേട്ടാ, അതാ ബിരിയാണി ഫെസ്റ്റ് പരിപാടി ഗംഭീരമായി. തിരുവനന്തപുരത്തോടു കൂടി എല്ലാ ജില്ലാ തലത്തിലുള്ള മത്സരങ്ങൾ അവസാനിക്കുകയാണ്. ഇനി ഫെബ്രുവരി 12-ാം തീയതി കൊച്ചിയിലാണ് ഇതിന്റെ മെഗാ മത്സരം നടക്കുക. ഞാൻ പറഞ്ഞു അതല്ലേ പൊതുവെ എങ്ങനെ ഫസ്റ്റ് ആയിട്ട് പങ്കെടുക്കല്ലേ? ഡെയിലി എന്നെ വിളിച്ചിട്ട് അസൂയ എങ്ങനെ പറയായിരുന്നു. കാരണം എടാ വരാൻ പറ്റില്ല ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ആരോ കല്യാണം ഉണ്ടായിരുന്നല്ലോ. അത് എൻ്റെ ക്ലാസ്മേറ്റിന്റെ മകളുടെ കല്യാണമായിരുന്നു. അതിന് പോയി, അതിന് സദ്യ കഴിച്ചു. പക്ഷെ എന്നാലും ബിരിയാണിയും കഴിക്കും. അതായത് വണ്ടി വിളിച്ച് വന്നേക്കാൻ വയറുപാട് കിട്ടും തോന്നുന്നല്ലേ? അപ്പൊ ഇത്രത്തോളം ബിരിയാണി ഫാൻസ് ഉള്ള ഒരു ഇത് ബിരിയാണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര വികാരമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഇങ്ങനെ ഈ ചടങ്ങ് അക്ഷയ ചടങ്ങ് പുരോഗമിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറിയിട്ട് കുളമാക്കണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കൂടാ. ഒരു 1-1:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ അത്യാവശ്യം ബിരിയാണി കിട്ടും. പിന്നെ ഒന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം കണ്ടില്ല, നിരവധി പേര് വന്നിട്ടുണ്ട്. ഒന്നും നമ്മുടെ കാഫസ് നടക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഭാഗമായി തന്നെ ഒരുവിധം ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. നമ്മുടെ മൊത്തം കോഴിക്കോടും അതോടക്കമുള്ള എല്ലാ ജില്ലയിലുള്ള ആൾക്കാരെ എത്തിയിട്ടുണ്ട്.